ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രിൻസ് അബ്രഹാം. അപ്പോൾ മിനിഞ്ഞാന്ന് പറഞ്ഞതുപോലെ തന്നെ ബാങ്ക് അപ്പോയിൻമെൻറ്റിലേക്ക് നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ അന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഈ വീഡിയോ ഇടാമെന്ന് പറഞ്ഞു, പക്ഷേ പറ്റിയില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഈ പ്രാവശ്യം വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട്, ട്യൂട്ടോറിയലിൻ്റെ ഒരു നോട്ട്സായിട്ടും വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പം വെബ്സൈറ്റിലാണെങ്കിൽ സ്ക്രീൻഷോട്ട് ഒരു ഏകദേശം 25 സ്റ്റെപ്സോളം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ഷലോം PJ വെബ്സൈറ്റിൽ കെയർ ഗീവർ എന്ന മെനുവിൽ പോയിട്ട് അവിടെ ബാങ്ക് ട്രാൻസ്ഫർ എന്ന സെക്ഷൻ്റെ അകത്ത് ബാങ്ക് അപ്പോയിൻമെൻറ്റ് എന്ന മെനുവിൽ പോവുക. അവിടെ മേക്ക് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്ന മെനുവിൽ നിങ്ങൾക്ക് ഈ എല്ലാ സ്ക്രീൻഷോട്ട് അടക്കമുള്ള വിവരം അവിടെ കിട്ടുന്നതാണ്. വീഡിയോ കണ്ട്, അതായത് എൻ്റെ വീഡിയോയ്ക്ക് ലെന്ത് കൂടുതലാണെന്നാണ് കംപ്ലൈൻറ്റ്. അപ്പം ഞാൻ കുറേ ആലോചിച്ചു, ഇതിൻ്റെ ലെന്തൊക്കെ കുറച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓടിച്ചിട്ട് ചെയ്യാനോട്ട് എനിക്ക് അറിയത്തുമില്ല. അപ്പോൾ പിന്നെ അങ്ങനെ പറയുന്ന ആൾക്കാർക്കൊരു സൊല്യൂഷനാണ്, പെട്ടെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട് എങ്കിൽ അവർ വെബ്സൈറ്റിൽ പോയിട്ട് അതിൻ്റെ ട്യൂട്ടോറിയൽ നോക്കിക്കൊള്ളുക, അല്ലാത്തവർ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ബാങ്ക് അപ്പോയിൻമെൻറ്റിൻ്റെ ബ്രാഞ്ച് കോഡ് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ബ്രാഞ്ച് കോഡ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബാങ്ക് അപ്പോയിൻമെൻറ്റ് വെബ്സൈറ്റിൽ തന്നെ പോയി അതിനകത്ത് ബ്രാഞ്ചസ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പോയി ഇത് എങ്ങനെയാണ് കോഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ആദ്യമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിനുശേഷം അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന ഒരു വീഡിയോയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ബ്രാഞ്ച് കോഡ് എടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഗൂഗിൾ ക്രോം വഴി പോകാതെ ഞാൻ ഡയറക്റ്റായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ വഴി നിങ്ങളെ കാണിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്താലും ഈ പറഞ്ഞ സംഭവങ്ങളിലേക്ക് പോകും. പിന്നെ ആ വെബ്സൈറ്റിൻ്റെ ട്യൂട്ടോറിയലിൻ്റെ വീഡിയോയുടെയും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് അവിടെ പോയി നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, ആദ്യമേ നമുക്ക് ബ്രാഞ്ച് കോഡ് കണ്ടുപിടിക്കാം, അതിനുശേഷം അപ്പോയിൻമെൻറ്റ് എടുക്കാം. ഓക്കെ ഇപ്പം ബാങ്ക് അപ്പോയിൻമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഹീബ്രുവിലാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മൾ നമ്മുടെ ഗൂഗിൾ ക്രോമിൻ്റെ മെനുവിൽ പോകുന്നു, ട്രാൻസ്ലേറ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഇത് ട്രാൻസ്ലേറ്റ് ആയി കിട്ടും. ചില മൊബൈലിൽ ഇത് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ലേറ്റ് ആയി കിട്ടാറുണ്ട്. ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ലേറ്റ് ആയി കിട്ടാത്ത മൊബൈലുകളിൽ ഗൂഗിൾ ക്രോമിൻ്റെ മെനുവിൽ പോയി അവിടെ ട്രാൻസ്ലേറ്റ് എന്ന് കൊടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമുക്ക് ബ്രാഞ്ച് കോഡ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ബാങ്ക് അപ്പോയിൻമെൻറ്റ് മെനുവിൽ പോകുക. ഇവിടെയാണ് മെനു. ഓക്കെ, ആ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് ഇവിടെ ബ്രാഞ്ചസ് എന്ന് പറയുന്ന ഒരു മെനു കാണാൻ സാധിക്കുന്നുണ്ട്. ആ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് കണ്ടില്ലേ, ഞാനിവിടെ എൻ്റെ പോയിൻ്റർ ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ബ്രാഞ്ചസിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും അത് ഹീബ്രുവിലേക്ക് വന്നു. ഓക്കെ, ബ്രാഞ്ചസിൻ്റെ ഇത്. ഇപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കണ്ടോ, നമുക്ക് നമ്മുടെ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് ബാങ്ക് അപ്പോയിൻമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി ഇങ്ങനെ ബ്രാഞ്ചിലേക്ക് പോകുന്നത്. ബ്രാഞ്ചസ് എന്ന മെനുവിലേക്ക് പോകുമ്പം ഇത് ഗൂഗിളുമായിട്ട് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. ഈ ലൊക്കേഷൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങളിത് എലോ കൊടുക്കുക. കാരണം നമുക്ക് എലോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള ഇത് ബ്രാഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എലോ എന്ന് ഇവിടെ കൊടുക്കുക. എലോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ഈസിയായി നമ്മുടെ തൊട്ടടുത്തുള്ള കണ്ടോ, ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു നമ്മുടെ തൊട്ടടുത്തുള്ള ബാങ്ക് ഏതാണെന്ന്. ഓക്കെ, ഇനിയിപ്പം ഇത് ഹീബ്രുവിലാണ്. വീണ്ടും ട്രാൻസ്ലേറ്റ് ഞാൻ കൊടുക്കുകയാണ്. എൻ്റേത് ഓട്ടോമാറ്റിക് ട്രാൻസ്ലേറ്റ് ആകാത്ത പഴയ മൊബൈലാണ്. പുതിയ മൊബൈലുകളിലൊക്കെ അത് ഓട്ടോമാറ്റിക്കലി ആകുന്നുണ്ട്. ഓക്കെ, ഇവിടെ കുറേ ഓപ്പൺ നാവ്, പിന്നെ നിയർ മീ, ഫ്രൈഡേയിൽ ഓപ്പൺ ആയിട്ടുള്ള ബ്രാഞ്ച് ഏതൊക്കെയാണെന്ന് നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും.
ഇവിടെ ഞാൻ നിയർ മീ എന്ന് കൊടുത്തു. നിയർ മീ എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് എനിക്കിവിടെ പർദീസ് ഖാന വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അടുത്തുള്ള കുറേ എന്നാ പറയുന്ന ബ്രാഞ്ചസ് വരുന്നുണ്ട്. ഞാൻ ഹദേറ എന്ന് പറയുന്ന ബ്രാഞ്ച് 620 എന്ന ബ്രാഞ്ചിലാണ് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഹദേറയുടെ നമ്പർ എനിക്ക് കിട്ടി 620. എനിക്കിത് മാത്രം മതി ഓർമ്മയിൽ ഇരിക്കാനായിട്ട്. ഓക്കെ, 620 ഞാൻ നോട്ട് ചെയ്തു. ഇനി അടുത്തത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബ്രാഞ്ച് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ആ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിയർ മീ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ളൊക്കെ ബ്രാഞ്ചുകൾ കാണിക്കും. ഇതേപോലെ ലിസ്റ്റായിട്ട് കാണിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ഇവിടെ താഴെ ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ബ്രാഞ്ച് മാത്രം കാണിക്കുകയുള്ളൂ. അതിനുശേഷം ബാക്കിയൊന്നും കണ്ട് ഇങ്ങനെ ഹൈഡായിരിക്കും. അന്നേരം ചെയ്യേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ താഴെ ഒരു ഏറോ മാർക്ക് ഉണ്ടായിരിക്കും. ആ ഏറോ മാർക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിലും കാണിക്കുന്നതാണ്. ഓക്കെ, എനിവേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രാഞ്ച് കോഡ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു രീതി. ഇനി അപ്പോൾ അടുത്തത് നമുക്ക് എങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതെന്നുള്ള വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഈ സെർച്ച് റിസൾട്ടിൽ ഇത് കണ്ടോ, ഇവിടെ കണ്ടോ ബാങ്ക് ഹപ്പോലിയം co.co എന്ന് വന്ന കണ്ടോ, അത് നമ്മൾ പോയിട്ട് അവിടെ ക്ലിക്ക് ചെയ്യാം. ഇതാണ് ബാങ്ക് ഹപ്പോലിയമിൻ്റെ വെബ്സൈറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇത് ഹീബ്രുവിലാണ്, ഇതിനെ ഇംഗ്ലീഷിലേക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോമിൻ്റെ ഇവിടെ മെനു ഉണ്ട്. ഇത് കണ്ടോ, ടോപ്പിൽ 3 ഒരു എന്നാ പറയുന്നത് 3 ഡോട്ട് കണ്ടില്ലേ, ദേ ഇവിടെ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ട്രാൻസ്ലേറ്റ് എന്ന് കാണാൻ സാധിക്കും. ഇത് കണ്ടോ, നമ്മുടെ ഇതിനകത്ത് ട്രാൻസ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇത് ഇംഗ്ലീഷിലേക്കായി. ഇനിയിപ്പം നമ്മുടെ ബാങ്ക് ഹപ്പോലിയമിൻ്റെ മെനുവിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് ഇത് കണ്ടോ, ഇവിടെ 3 വര കാണുന്നുണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇതിനകത്ത് നമ്മുടെ ബാങ്ക് ഹപ്പോലിയം എന്ന് പറയുന്ന ഒരു മെനു, അതിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഈ ബാങ്ക് ഹപ്പോലിയം എന്ന് പറയുന്ന ഈ മെനുവിൽ ക്ലിക്ക് ചെയ്യണം. അതിന് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് ഇങ്ങനെ വരിക. താഴേക്ക് വരുമ്പോൾ കോർഡിനേറ്റിംഗ് മീറ്റിംഗ് അറ്റ് ദ ബ്രാഞ്ച് എന്ന് കാണാൻ സാധിക്കും. കോർഡിനേറ്റിംഗ് മീറ്റിംഗ് അറ്റ് ദ ബ്രാഞ്ച് കണ്ടോ, ഈ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ആ മെനു സെക്ഷനിലേക്ക് പോയി. പക്ഷേ ഹീബ്രു ആണ്. വീണ്ടും സെയിം പ്രൊസീജിയർ. നമ്മുടെ ഗൂഗിളിൻ്റെ ഈ മെനുവിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു, ട്രാൻസ്ലേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് ട്രാൻസ്ലേറ്റായി. ഇനിയിപ്പം നമ്മൾ ടു അറേഞ്ച് മീറ്റിംഗ് എന്ന് പറയുന്ന അറേഞ്ച് മീറ്റിംഗ് അറ്റ് ബ്രാഞ്ച് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോഴും ഇവിടെ ഓരോ പേജ് ഓപ്പണായി വരുമ്പോഴും അത് ഹീബ്രുവിലാണ് വരുന്നത്. സോ അതിനെ ഇവിടെ മുകളിൽ 3 ഡോട്ടിൽ പോകുക, ക്ലിക്ക് ചെയ്യുക, ട്രാൻസ്ലേറ്റ് കൊടുക്കുക. ഇനി ചിലരുടെ മൊബൈലിൽ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ആയി കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, എനിവേ ഇവിടെ എനിക്കിങ്ങനെയാണ് വരുന്നത്, അതാണ് കാണിച്ചത്. ഷെഡ്യൂൾ ആൻഡ് അപ്പോയിൻമെൻറ്റ് വിത്ത് ബാങ്കർ. അപ്പോൾ നമ്മുടെ ഫുൾ നെയിം എഴുതുക.
അപ്പോൾ ഞാൻ എൻ്റെ ഫുൾ നെയിം ഇവിടെ എഴുതി. അതിനുശേഷം ഇവിടെ ID എന്നിടത്താണ് സെലക്റ്റായി കിടക്കുന്നത്. ID അല്ല വേണ്ടിയത്, പാസ്പോർട്ട് എന്നത് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇത് ഈ സെക്ഷനാണ് ഇനി നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇത് ഈ ഡോട്ടിലൊന്ന് ടച്ച് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പാസ്പോർട്ട് നമ്പർ എഴുതുക. ഓക്കെ, ഇവിടെ പാസ്പോർട്ട് നമ്പർ എൻട്രി. അപ്പോൾ ഒരു കാര്യം ഓർമ്മ വെക്കുക, പാസ്പോർട്ട് നമ്പർ അതേ രീതിയിൽ നമ്മൾ എൻട്രി ചെയ്താൽ എറർ വരും. അപ്പോൾ ഇവിടെ 00 ചേർത്തിട്ട് വേണം സെൻഡ് കോഡ് അടിക്കാനായിട്ട്. നമ്മുടെ ഫോൺ നമ്പറാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതിന് ഇവിടെ നമ്മുടെ ഏതാണെന്നുള്ളത് എൻ്റേത് 055 ആണ്. സോ ഞാൻ 055 സെലക്ട് ചെയ്തു. അതിനുശേഷം ബാക്കിയുള്ള ഭാഗം, അതായത് എൻ്റെ നമ്പർ ഇതാണ് 055920408. 055 ഇവിടെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ബാക്കിയുള്ള നമ്പർ 9204080 എന്നത് ടൈപ്പ് ചെയ്തു. ഇത്രയും ആയതിനു ശേഷം ഇവിടെ താഴെ സെൻഡ് കോഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എനിക്കിപ്പം കോഡ് ഇപ്പോൾ റിസീവ് ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ OTP എൻ്റർ ചെയ്യട്ടെ. ഓക്കെ, ഞാൻ OTP എൻ്റർ ചെയ്തു. അതിനുശേഷം ഇവിടെ കൺഫേം ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ എന്നത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ കൺഫേം ക്ലിക്ക് ചെയ്തു. ഇവിടെ ഇൻ വാട്ട് സബ്ജക്റ്റ് വുഡ് യു ലൈക്ക് ടു റിസീവ് സർവീസ്, സെലക്ട് ദ ടോപ്പിക് എന്നാണ് കിടക്കുന്നത്. പക്ഷെങ്കിൽ ഇവിടെ നമ്മുടെ ഇത് സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ എറോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ബ്രാഞ്ച് ഏതാണെന്ന് ആദ്യമേ സെലക്ട് ചെയ്യണം. അപ്പം എൻ്റെ ഏറ്റവും അടുത്തുള്ള ബ്രാഞ്ച് എന്ന് പറയുന്നത് ഹദേറയാണ്. എനിക്ക് പർദീസാന ഉണ്ട്, അവിടെ വേണമെങ്കിൽ പോകാം. പക്ഷേ അതൊരു ചെറിയ ബാങ്കാണ്. സോ അതുകൊണ്ട് ഞാൻ ഹദേറ സെലക്ട് ചെയ്യണം. കാരണം നിങ്ങൾക്കിപ്പോൾ ഡൗട്ട് ഉണ്ടാവും, നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് ബാങ്ക് അപ്പോലിയമിൻ്റെ അടുത്തുള്ള ഏതാണ് ബ്രാഞ്ച് എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പർ കിട്ടും. ഈ നമ്പർ അറിയാമെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഇതെടുക്കാം. അപ്പോൾ എനിക്ക് 620 ആണ് എൻ്റെ നമ്പർ എന്ന് പറയുന്നത്. ഹദേറ എന്നത് 620 ആണ്. സോ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് ട്രാൻസ്ലേറ്റ് ആയിട്ട്, ബട്ട് ഹദേറ എന്നത് 620 എന്നത് ഹദേറയാണ്. സോ ഞാനിപ്പോൾ മീറ്റിംഗ് വിത്ത് ബാങ്കർ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ മീറ്റിംഗ് വിത്ത് ബാങ്കറാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. മീറ്റിംഗ് വിത്ത് ബാങ്കർ ക്ലിക്ക് ചെയ്തപ്പോൾ വി വിൽ ടാക്ക് അബൌട്ട് എന്ത് സബ്ജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ മീറ്റിംഗ് എന്തിനെക്കുറിച്ചാണ്. സോ ഞാനിവിടെ ഓപ്പൺ അക്കൗണ്ട് എന്നത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഓപ്പൺ അക്കൗണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ കണ്ടിന്യൂ എന്നതുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണ്ടോ, എനിക്ക് മൺഡേ 27-ാം തീയതി മൺഡേ ഇത് 23-ാം തീയതിയാണ് എനിക്കിനി അവിടെ അപ്പോയിൻമെൻ്റ് ഉള്ളത്. 23 ഉണ്ട്, 26 ഉണ്ട്, 27 ഉണ്ട്. എന്ത് ചെയ്യും? 9:30 എടുത്തു. അപ്പം ഞാനിവിടെ 23-ാം തീയതി എൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കുകയാണ്. 23-ാം തീയതി 9:30 ഞാൻ ഇത് ടൈം ചൂസ് ചെയ്തത്. ഓക്കെ, 9:30 എടുത്തു. 9:30 എൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം ഞാൻ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു. താഴേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ കണ്ടിന്യൂ എന്ന് കണ്ടില്ലേ, കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, എൻ്റെ അപ്പോയിൻമെൻ്റ് ഇവിടെ ക്രിയേറ്റ് ആയി. അപ്പോൾ ഞാനിതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടെ എടുക്കുകയാണ്. ഇനി ക്ലോസ് കൊടുക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾ കാണുക 23-ാം തീയതിക്ക് ശേഷമാണ്. അപ്പോൾ നമ്മൾ എന്നാ പറയുന്നത്, ബാങ്കിൽ പോയതിന് ശേഷം അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് അറിഞ്ഞതിന് ശേഷം അത് നിങ്ങളെ വന്ന് അറിയിക്കുന്നതാണ്.
അപ്പോയിൻമെൻറ്റ് എടുത്താൽ മാത്രം പോരാ, അവിടെ പോയി മിഷനിൽ ടോക്കൺ എടുക്കുകയും കൂടെ ചെയ്യണം. ഓക്കെ, പിന്നെ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇനി 23-ാം തീയതിക്ക് ശേഷം ഞാൻ ഇടുന്നതാണ്. നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഒക്കെ ആക്റ്റീവ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ പതിവ് പോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും എല്ലാം ഇടുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.